ഞാനും കുറച്ചുനാൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇത്ര ക്രൂരമായിട്ട് ഒരു പോലീസും പെരുമാറിയിട്ടില്ല. കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആ ആവേശം പിണറായിക്ക് പോലീസുകാരോട് കാണിക്കാൻ പറ്റാത്ത തരത്തിൽ കയറൂരി വിട്ടവരായി കേരള പോലീസ് മാറിയിട്ടുണ്ട് എന്ന് മുഖ്യന്റെ മുമ്പിൽ വെച്ച് പറയുകയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യത്തോട് നാട്ടിലെ ജനങ്ങൾ യോജിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ കാണാൻ ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ മാത്രമാണ്. എന്നാൽ അതേസമയം പോലീസുകാരെ വളഞ്ഞിട്ട് SP ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധവുമായിട്ട് മുന്നേറുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ അരങ്ങുവാഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ വകുപ്പിൽ മാത്രം ഇത്രയും വലിയൊരു പ്രശ്ന പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ പ്രായം പോലും മറികടന്ന് താൻ മുന്നേറുന്ന പാർട്ടി തന്നിൽ വിശ്വാസമർപ്പിച്ച് വീണ്ടും മൂന്നാം ഊഴത്തിലുള്ള കരുക്കൾ നീക്കുമ്പോഴാണ് കേരളത്തിന്റെ ആഭ്യന്തരം താറുമാറാകുന്നത്. അവിടെ ഉത്തരം പറയേണ്ടുന്ന മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടാതെ വാ തുറക്കാതെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസ് കിട്ടിയ വള്ളിയിൽ തൂങ്ങി കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ആറാടാതിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് അവർക്ക് ആവേശം പകർന്നുകൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത് ഞാനും ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. കേരള പോലീസ് നരാധമന്മാരായി മാറരുത്. അങ്ങനെ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇതിന് ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള കാരണം. ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ അനാസ്ഥയുമാണ്. ഇന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത്? ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ്. അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും, അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ ഇട്ട് പെരുമാറുന്നത് പോലെ പെരുമാറും. വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുകയാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല. ആര് ചെന്നാലും പോലീസുകാർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന, കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വകുപ്പ് കുറച്ചു നാൾ കൈകാര്യം ചെയ്ത ഒരാളാണ്. ഒരു കാലത്തും ഇത്തരം പരാതികളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും കെടുകാര്യസ്ഥതയും കൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒരു പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷന് മുകളിൽ CIO, DYSP, അതോടൊപ്പം തന്നെ SP, DIG, IG, ഇങ്ങനെ DGP, എത്ര തട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളത്? അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും സമയമില്ല. അദ്ദേഹത്തിന് ഈ പോലീസിൻ്റെ കാര്യത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന്, പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു. രണ്ട്, പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഈ പോലീസുകാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു. സ്വതന്ത്രമായി കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഇത് ഭരണപരാജയമാണ്. പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. അത് പാർട്ടി തീരുമാനമാണ്. VT ബലറാമുമായി ബന്ധപ്പെട്ട കാര്യം അനാവശ്യമാണ്. VT ബലറാമിനെ ആരും, ഞാൻ ഇന്നലെ VT ബലറാമുമായിട്ട് സംസാരിച്ചു, KPCC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം രാജിവെച്ചിട്ടുമില്ല. അത് ഒരു പോസ്റ്റ്, ഇപ്പം ചുമതലക്കാരനല്ലല്ലോ പോസ്റ്റ് ഇടുന്നത്, അതിന് മറ്റ് സഹപ്രവർത്തകരുണ്ടാവുമല്ലോ. അവർ ചെയ്ത ഒരു തെറ്റായ കാര്യം പറഞ്ഞപ്പോൾ പോസ്റ്റ് പിൻവലിച്ചു, അത്രേ ഉള്ളൂ. VT ബലറാമിനെ ആരും പുറത്താക്കിയിട്ടുമില്ല, അദ്ദേഹം രാജിവെച്ചിട്ടുമില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷമായി ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ശ്രീ റെഡ്ഡിക്കാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. രാജ്യത്തിൻ്റെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഉയർന്ന നീതിപീഠത്തിൽ ഇരുന്നൊരു വ്യക്തിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അതാ ഇപ്പോൾ CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായി അറിയാം. എൻ്റെ കൂടെ MP ആയിരുന്നതാണ്, രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ഇതുപോലൊരു പോസ്റ്റിലേക്ക് രാജ്യസഭ കൂടെ നിയന്ത്രിക്കേണ്ട ആളാണ്. ആ പോസ്റ്റിലേക്ക് സുദർശൻ റെഡ്ഡിയെ പോലെയുള്ള ഒരു ഉന്നതനായ വ്യക്തി വരുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം.